ഹലോ. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മള് കുറെ നാളായില്ലേ കണ്ടിട്ട്. ഞാൻ കുറെ തിരക്കിലൊക്കെ ആയിരുന്നു കേട്ടാ. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ തൃശ്ശൂരായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അപ്പൊ തൃശ്ശൂർ പോണേന് മുന്നേ തന്നെ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒട്ടും വയ്യ ഒരു കണ്ടീഷനിലായിരുന്നു. പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാലോ, എനിക്ക് രണ്ട് കുഞ്ഞു മക്കളാണുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. എല്ലാം കൊണ്ടും വളരെയധികം തിരക്കിലായിരുന്നു കേട്ടാ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അതെന്നെ നല്ലപോലെ ബാധിച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ പോട്ടെ, ഞാൻ പിന്നെ പറയാം. അപ്പോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഭവമായിട്ടാണ്. അപ്പോ എല്ലാവർക്കും ഏറ്റവും താല്പര്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൗന്ദര്യം നിലനിർത്താന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും മനസ്സിൽ പുള്ളിന്റെ ഉള്ളിൽ ആഗ്രഹം ഉണ്ടാകും, ഞാനൊരു സുന്ദരിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹം ഉണ്ടാകും. അത് ഏത് കളർ ടൈപ്പ് ആയാലും, ഇപ്പൊ കറുത്തതായാലും വെളുത്തതായാലും ഒക്കെ ഒരു പ്രശ്നമില്ല. ആ ഒരു കളറിൽ തന്നെ നമ്മൾ കൂടുതൽ സൗന്ദര്യം നിലനിർത്താനായിട്ട് എല്ലാവരും ശ്രമിക്കും അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ നല്ല നല്ല പ്രൊഡക്റ്റുകൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതലും പെൺകുട്ടികളായിരിക്കും കൂടുതൽ ഇങ്ങനെ പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്യും. അപ്പൊ നമുക്ക് അതിൽ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ വളരെ സന്തോഷമായിരിക്കും അല്ലെ. അതേപോലെ തന്നെ ഞാനും ഗൂഗിളിൽ സെലക്ട് ചെയ്തു, നിങ്ങൾക്കും സെലക്ട് ചെയ്യാം കേട്ടോ. ബെസ്റ്റ് സെറം ഇൻ ഇന്ത്യ അല്ലെങ്കിൽ സൂപ്പർ സെറം ഇൻ ഇന്ത്യ എന്നിങ്ങനെ നമ്മള് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് ആദ്യം വരുന്ന ഒരു സെറം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മിനിമലിസ്റ്റിന്റെ നിയാസിനമൈഡ് സെറാണ് കേട്ടോ. അപ്പോ ഇതാണ് ആ സംഭവം. അപ്പൊ ഞാനും ഇതേപോലെ തന്നെ ഗൂഗിളിൽ സെലക്ട് ചെയ്തിട്ട് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു സെറം, ഫസ്റ്റ് പൊസിഷൻ ടോപ്പ് 10 സെറം അടിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ കിട്ടുന്ന ഒരു സെറാണ് ഇത്. നമ്മുടെ മിനിമലിസ്റ്റിന്റെ നിയാസിനമൈഡ് സെറം. ഇതില് 5% ആണ് ഇതിൽ വരുന്നത്. അപ്പൊ ഈ സെറത്തെ പറ്റി പറയുവാണെങ്കിൽ ഇത് ഞാൻ 2 മാസമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതെന്ന് പറയുന്നത് എന്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് വളരെയധികം ഡ്രൈ ആവുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ്. ഒട്ടും ഓയിലി അല്ല, എന്നാല് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്ന ഒരു സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയപ്പോ എനിക്ക് ആദ്യം തന്നെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് വളരെയധികം ഹൈഡ്രേറ്റ് ആവും. നമുക്കൊരു തൊടുമ്പോ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകും. എന്റെ സ്കിൻ ഇങ്ങനെ പച്ചമലയാളത്തിൽ പറയുന്നത് മൊഴി പിടിച്ച പോലത്തെ ഒരു കണ്ടീഷനിലായിരുന്നു എന്റെ സ്കിൻ ഉണ്ടായിരുന്നത്. പക്ഷെ എന്നാൽ ഇപ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് കാണുന്നു. 2 മാസമായിട്ടുള്ളൂ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ട്. ഇതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്, അപ്പൊ ഞാൻ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോ എനിക്ക് മനസ്സിലായത് ശരിക്കും ഒരു 5-6 മാസം പിടിക്കും ഇതിന്റെ എഫക്റ്റ് നമുക്ക് അറിഞ്ഞു തുടങ്ങണമെങ്കിൽ തന്നെ. മനസ്സിലായോ? ഒരു ഫുള്ള് എഫക്റ്റ് നമുക്ക് അറിഞ്ഞു തുടങ്ങണമെങ്കിൽ തന്നെ നമുക്ക് ഒരു 5-6 മാസം പിടിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ എനിക്കൊരു 2 മാസം കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായി തുടങ്ങി ഇതിന്റെ ഒരു എന്താണ് ഇതിന്റെ ഗുണം എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം നമ്മൾ ഇത് ഒരിക്കലും ഇനി ഉപേക്ഷിക്കില്ല, കാരണം അത്രക്ക് അടിപൊളിയായിട്ടുള്ള ഒരു സെറാണ് കേട്ടോ ഇത്. അപ്പൊ ഞാൻ ഈ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാട്ടോ. ഇതാണ് നമ്മുടെ ബോട്ടിൽ വന്നിട്ട് ഈ ഒരു സംഭവത്തിലാണ് ട്ടോ. നമ്മുടെ ബോട്ടിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു ചില്ലുകുപ്പി പോലത്തെ ഒരു ടൈപ്പ് ബോട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. ഒരു മിനിമലിസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഭയങ്കര ആർഭാടകരമായിട്ടുള്ള എഴുത്തോ കുത്തോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇതില്. പിന്നെ ഇതില് വെണ്ടക്കക്ഷരത്തില് ഏറ്റവും ഭയങ്കരമായിട്ട് ഇങ്ങനെ പുകഴ്ത്തി എഴുതിയിരിക്കുന്ന ഒരു സംഭവം നിയാസിനമൈഡ് എന്നുള്ള സംഭവമാണ്. ഇപ്പൊ നമ്മള് ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇങ്ങനെ ബ്യൂട്ടി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഇപ്പൊ കേൾക്കുന്നത് നിയാസിനമൈഡിനെ പറ്റിയിട്ടാണ്. അതൊരു ഗംഭീര പ്രൊഡക്റ്റ് തന്നെയാണ് കേട്ടോ. ഇതില് 5% നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു സെറമാണ് മിനിമലിസ്റ്റിന്റെ ഈ ഒരു സെറം എന്ന് പറയുന്നത്. ഞാൻ വെറുതെ പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു നോക്കാം. ബെസ്റ്റ് ടോപ്പ് സെറം എന്ന് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെറത്തിന്റെ പേര് വരും. അത് ഷുവർ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ വില വന്നിട്ട് നമുക്ക് 599 രൂപയാണ് ഇതിന്റെ MRP വരുന്നത്. ഇതെനിക്ക് ഓഫറിന് ഒരു 524 ആ ഒരു റേഞ്ചിൽ കിട്ടി. എനിക്ക് വില ഓർമ്മയില്ല, കാരണം 2 മാസം മുന്നാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അപ്പൊ ഞാൻ ഇത് വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട്, മീഷോ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഫ്ലിപ്കാർട്ടിൽ കിട്ടും, പിന്നെ അങ്ങനെ കുറെ സംഭവങ്ങൾ കിട്ടും, ആമസോണിൽ കിട്ടും കേട്ടോ. നമുക്കിത് നല്ല ഡെലിവറി ആണ്. നമുക്ക് ആമസോണിൽ നിന്നാണെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് സംഭവം കയ്യിൽ കിട്ടും കേട്ടോ. നല്ല വെൽ പാക്കേജിങ് ആണ്. ഇതിന്റെ പാക്കേജിങ് എങ്ങനെയാണെന്ന് കാണിക്കാനായിട്ട് എനിക്ക് പറ്റൂല, കാരണം അതിന്റെ ബോക്സ് ഒക്കെ ഞാൻ കളഞ്ഞു. ഈ ഒരു കുപ്പി മാത്രമേ എൻ്റെ ഉള്ളൂ കേട്ടോ. ഇത് ഞാൻ പൊന്നു പോലെ സൂക്ഷിച്ചുകൊണ്ടിരിക്കണം, കാരണം ഇത്ര വിലയാണ്, നല്ല എഫക്റ്റ് തരുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പൊട്ടും. ഇങ്ങനെ വീണ് കഴിഞ്ഞാൽ പൊട്ടണ ടൈപ്പാണെന്ന് തോന്നുന്നു, നോക്കിയിട്ടില്ല.
നോക്കിയിട്ടില്ല. അങ്ങനെ ഈ ഒരു സംഭവമാണ്. ഒരു ബ്ലാക്ക് ബോട്ടിലാണ് വരുന്നത്. വെള്ള ഇങ്ങനെ ഒരു കവർ ഇട്ടിട്ടുണ്ട്. ഇതിന് മിനിമലിസ്റ്റ് എന്ന് എഴുതിയ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നയാസിനമൈഡ് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നയാസിനമൈഡ് എഴുതിയിട്ടുണ്ട്. 5% ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ഫേസ് സെറം ആണ് വിത്ത് ബിഫിഡ ഫെർമെന്റ്. ബിഫിഡ ഫെർമെന്റ് എന്ന് പറയുന്നത് കൂടുതൽ റിച്ച് പ്രോട്ടീൻസ് അടങ്ങിയിട്ട് നമ്മുടെ ഫേസിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത് ബിഫിഡ ഫെർമെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഓട്ട് എക്സ്ട്രാക്ട്, അതായത് ഓട്സിൽ നിന്ന് ഉണ്ടാക്കുന്ന, ഓട്സും അതേപോലെ തന്നെ നമ്മുടെ ഫേസിന് നല്ലൊരു സംഭവമാണ്. നമ്മുടെ എന്താണ് ഫേസ് കൂടുതൽ റെജുനേറ്റ് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഓട്സ് എന്ന് പറയുന്നത്. ഓട്സ് പൊടിച്ച് മുഖത്തൊക്കെ തേക്കുന്നത് ചില ഫേസ് ക്രീം ഉണ്ടാക്കുന്നതിൽ നമുക്ക് കാണാറുണ്ടല്ലേ. അപ്പൊ അതേപോലെ തന്നെ ഓട്ട് എക്സ്ട്രാക്ട് ഉണ്ട്. പിന്നെ ഹയാലൂറോണിക് ആസിഡ് എന്ന് പറഞ്ഞ സംഭവം, അത് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യിക്കാൻ എല്ലാത്തിനും നമുക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു ആസിഡ് എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നിയാസിനമൈഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് 5% ചേർത്തിട്ടുണ്ട്. അപ്പോ നമ്മൾ ഓരോ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് വേണം ഓരോന്ന് തിരഞ്ഞെടുക്കാനായിട്ട്. അതായത് മാക്സിമം 5% ആണ്. ഒരു നോർമൽ സ്കിൻ ടൈപ്പിന് നിയാസിനമൈഡ് 5% ഇൻക്ലൂഡ് ആയിട്ടുള്ള നമുക്ക് ഉപയോഗിക്കാം. അല്ലാത്ത പക്ഷം വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ ടൈപ്പ് ആണെങ്കിൽ 2-3%, 2-3% നിയാസിനമൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെറംസ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പൊ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അതിനനുസരിച്ചിട്ട് നമുക്ക് ഇത് സെലക്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വേരിയബിൾ ആയിട്ടുള്ള സെറംസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് 5% അടങ്ങിയിട്ടുള്ളതാണ്. കാരണം എന്റെ ഒരു സ്കിന്ന് നോർമൽ സ്കിന്നാണ്, കുറച്ച് ഡ്രൈനെസ് ഉണ്ടെന്നേ ഉള്ളൂ. എന്നാലും നോർമൽ സ്കിന്നാണ്, വളരെ സെൻസിറ്റീവ് സ്കിൻ ഒന്നല്ല. എന്തെങ്കിലും നമ്മുടെ മുഖത്ത് പരട്ടിയാൽ തന്നെ വലുതായിട്ട് ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാറില്ല എന്നാണ് എന്റെ ഒരു ഇത്രയും നാളത്തെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 5% അടങ്ങിയിട്ടുള്ള നിയാസിനമൈഡ് അടങ്ങിയിട്ടുള്ള ഒരു സെറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതെല്ലാവരും ശ്രദ്ധിക്കുക. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്ന് ഉള്ളവര് ഇത്തരത്തിലുള്ള സെറംസ് യൂസ് ചെയ്ത് എന്തെങ്കിലും സൈഡ് എഫക്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോഴും എന്ത് സാധനം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമ്മൾ ആദ്യം ഒന്ന് കണ്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഇതില് അടുത്തത് വന്നിട്ടുള്ളത് ക്ലിയർ ആയിട്ടുള്ള സ്കിൻ കിട്ടും, ഹീൽസ് ആൻഡ് സൂത്ത് ആൻഡ് സ്കിൻസ് ഫോർ ഓൾ സ്കിൻ ടൈപ്പ്. എല്ലാ സ്കിൻ ടൈപ്പിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആകും കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ബോട്ടിൽ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതൊരു 30 ml ബോട്ടിലാട്ടോ ഈ ഒരു സംഭവം. ഇതിനാണ് 599 രൂപ. നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഓഫർ പ്രൈസിലാണ് കിട്ടിയത്. അപ്പോ പിന്നെ ഇതിൽ എഴുതിയിരിക്കുന്നത് ഫേസ് സെറം ഡെർമറ്റോളജിക്കലി ടെസ്റ്റ് ആണ്, പാരബൻ ഫ്രീ ആണ്, അതേപോലെ തന്നെ സേഫ് ടു യൂസ് ആണ്, ഇറിറ്റേഷൻ ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൽ മെയിൻ ആയിട്ട് എഴുതിയിട്ടുള്ളത് ഇതിന്റെ ഹീറോ ഇൻഗ്രീഡിയന്റ് എന്ന് പറഞ്ഞിട്ട് നിയാസിനമൈഡ് ആണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിലെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് നിയാസിനമൈഡ് ആണ്. ഒരു നിയാസിനമൈഡിന്റെ സെറം നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ ഫേസ് ഇപ്പോ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ ആ ഫേസിന് നല്ലൊരു ഹൈഡ്രേഷൻ കൊടുക്കും. അതേപോലെ തന്നെ നല്ല ഓയിലി ആയിട്ടുള്ള ഫേസ് ആണെങ്കിൽ ആ ഫേസിന് കുറച്ചും കൂടെ എന്ത് കൊടുക്കും, ഒരു ഫെയർ ലുക്ക് വരും. ആ ഭയങ്കരമായിട്ടുള്ള ഓയിൽ മയം പോയിട്ട് നല്ലൊരു ഫേസ് ലുക്ക് നമുക്ക് കിട്ടും. ഇത് ഞാൻ വെറുതെ പറയുന്നല്ല കേട്ടോ. അപ്പൊ എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഞാൻ കുറെ റിവ്യൂസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാനിപ്പോ 2 മാസമായി യൂസ് ചെയ്യുന്നു എന്ന് പറയുന്നു, നല്ലൊരു റിസൾട്ട് ആണ്. അതേപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ മുഖത്ത് കുരു വരാതിരിക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. കുരു വന്നിട്ട് നമ്മുടെ ഫേസിൽ സുഷിരങ്ങൾ ഉണ്ടാവില്ലേ, സുഷിരങ്ങൾ ഉണ്ടാവും. ആ സുഷിരങ്ങളൊക്കെ അടയ്ക്കാനായിട്ട് ഈ നിയാസിനമൈഡ് സെറം നമുക്ക് സഹായിക്കും. അതേപോലെ തന്നെ കുരു നമ്മൾ പൊട്ടിച്ച് കളയുമ്പോൾ ഒരു ബ്ലാക്ക് ഒരു കളർ ഉണ്ടാവില്ലേ, ആ കളറൊക്കെ പോവാനായിട്ട് ഇത് വളരെയധികം സഹായിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ് നല്ല ഫെയർ ലുക്കിൽ, നമ്മുടെ ഫേസ് നല്ലോണം റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറം സഹായിക്കും. ഇത് വെറുതെ പറയുന്നില്ല, നല്ല റിവ്യൂസ് ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു ഇതെന്ന് പറയുന്നത് പെട്ടെന്നൊരു റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഒരു 2 മാസം എന്തായാലും കഴിയണം, എന്നാലേ നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ട് ഒരു 2-3 ആഴ്ച ഉപയോഗിച്ചിട്ട് നമുക്ക് റിസൾട്ട് കിട്ടില്ല, ദൈവമേ ഇത്ര രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാണല്ലോ, അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച് ഉപയോഗിക്കാതിരിക്കരുത് ഒരിക്കലും. നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങിച്ചാണ്. അപ്പൊ നമുക്ക് റിസൾട്ട് തരാൻ അവർക്കൊരു അവസരം നമ്മൾ കൊടുക്കണം. എന്നാലാണല്ലോ എല്ലാവർക്കും നമ്മളൊരു അവസരം കൊടുക്കണം. എന്നാലാണ് അവരുടെ ബെസ്റ്റ് നമുക്ക് കാണിച്ചു തരുള്ളൂ. അതേപോലെ തന്നെ ജീവനുള്ളത് ജീവൻ ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾക്കായാലും നമുക്ക് അവർക്ക്
ഒരു ചാൻസ് കൊടുക്കാം. അവർക്ക് നമുക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുന്നുള്ള ഒരു ചാൻസ് അവർക്ക് കൊടുക്കാം, എന്നാലും നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പൊ ഞാനും ഇതേപോലെ തന്നെ 2 മാസം അവർക്ക് ചാൻസ് കൊടുത്ത് എനിക്ക് നല്ലൊരു മാറ്റം അവർ തന്നിട്ടാ. അവർക്ക് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ സെറാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നല്ല അടിപൊളി സെറാണ്. എല്ലാവരും ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. വെൽ പാക്കേജിങ് ആയിട്ടാണ് എനിക്ക് വന്നത്. നല്ല കട്ടിയുള്ള ഒരു ബോക്സിലൊക്കെ ആയിട്ടാണ് എനിക്ക് വന്നത്. പക്ഷെ ആ ബോക്സ് ഞാൻ കുറെ തപ്പി, ഞാൻ അങ്ങനെ കളയാറില്ലാത്തൊരു ടൈപ്പാണ്. പക്ഷെ ഞാൻ കുറെ തപ്പി, എനിക്ക് കാണാൻ കിട്ടിയില്ല. കാരണം പിള്ളേരൊക്കെ കളിക്കുമല്ലോ, അപ്പൊ അതുകൊണ്ട് അത് എവിടേക്കൊക്കെ പോയി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സെറാണ് കേട്ടോ. നമ്മൾ 600 രൂപ പോയെന്ന് വിചാരിച്ച് ഒരിക്കലും ഒരു വിഷമം വിചാരിക്കേണ്ട. നമ്മുടെ ഫേസ് അത്രക്ക് അടിപൊളിയാവും. നല്ലൊരു നമ്മള് കണ്ടിട്ടില്ലേ, നമ്മുടെ എന്താണ് സിനിമ താരങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, നമ്മുടെ ഫേസ് പോലെ ഒന്നല്ല അവരുടെ ഫേസ്. ശരിക്കും ഇങ്ങനെ തിളങ്ങി നിൽക്കും. അപ്പൊ ഇവര് ഈ ഇത്തരത്തിലുള്ള സെറംസ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഇവരിങ്ങനെ തിളങ്ങി നിൽക്കുന്നത്. അല്ലാതെ നമ്മുടെ പോലെ തന്നെ സ്കിന്നായിരിക്കും അവരിങ്ങനെ വില കൂടിയ സംഭവങ്ങളൊക്കെ തേച്ച് 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 തേച്ചാണ് ഈ ഒരു ഗതിയിലെത്തിയത്, അല്ല ഈ ഒരു അവസ്ഥയിൽ എത്തുന്നത്. നമുക്ക് അതൊന്നും ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഇത്ര രൂപ ഒന്നും ചെലവാക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ഫേസ് സാധാ പോലെ ഇരിക്കും, അത്രേ ഉള്ളൂ വ്യത്യാസം. ഈ ഒരു സെറം എന്ന് പറയുന്നത് നമുക്ക് രാത്രി വേണമെങ്കിലും പകൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ രാത്രിയാണ് യൂസ് ചെയ്യുന്നത്. രാത്രി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തതിനു ശേഷം ഇതിന്റെ ഒരു 2-3 ഡ്രോപ്സ് ഇട്ടാൽ മതി കേട്ടോ. കൂടിപ്പോയാൽ 4 ഡ്രോപ്സ്, അതിൽ കൂടുതൽ ഇടണ്ട. നമ്മൾ കൂടുതൽ ഇടുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും പറ്റില്ല. നമുക്ക് 2-3 മതി, ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ മതിയല്ലോ. നല്ല വിലയുമാണ്. അതേപോലെ തന്നെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ എഫക്റ്റ് ഒന്നും കിട്ടില്ല, നേരെ വിപരീത എഫക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം നമ്മൾ രാവിലെയാണ്, അല്ല രാത്രിയിലല്ല, രാവിലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഈ നല്ലോണം മുഖം ഫേസ് കഴുകിയതിന് ശേഷം എന്ത് ചെയ്യാ, ഈ ഒരു 2-3 ഡ്രോപ്സ് ഇടുക. അതിനുശേഷം ഇത് അബ്സോർബ് ചെയ്തതിനു ശേഷം ഒരു മോയ്സ്ചറൈസർ ഇടുക. അതിനുശേഷം സൺസ്ക്രീൻ ഇടാൻ മറക്കരുത് കേട്ടോ, അല്ലെങ്കിൽ നല്ലോണം കരിവാളിച്ചു പോകും. അപ്പൊ അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. ഇനി നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ. ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനത്തെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ആ ഒരു മരുന്ന് കൊടുക്കൂലേ, ആ ഒരു ലൈക്ക് ഒരു സംഭവമാണ് വരുന്നത്. നിങ്ങൾക്ക് കണ്ട ഡ്രോപ്സ് വീഴുന്നതില്ലേ, ഇതൊരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇത് ഞാൻ എന്റെ ഫേസിൽ ഇട്ടിട്ട് കാണിച്ചു തരാം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇടാം, ഇങ്ങനെ 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 കഴുത്തിലായിട്ട് സെപ്പറേറ്റ് ഇടേണ്ട കാര്യമില്ല. നമ്മൾ ഫേസിൽ തന്നെ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന്റെ ഇതുകൊണ്ട് കഴുത്തിലോട്ട് ഇട്ടാൽ മതി കേട്ടാ. ശരിക്കും നമ്മൾ മുഖമൊക്കെ ഫേസ് കഴുകിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്ത് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോ ഇതെങ്ങനെയാണ് സംഭവം ചെയ്യുന്നത്. നമുക്ക് ഇത് ഇട്ടാൽ തന്നെ ഇട്ടെന്ന് അറിയില്ല, അത്രക്ക് ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. ഇതിന് വലിയ സ്മെല്ലൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു പച്ചവെള്ളം തേക്കുന്ന പോലെയാണ്. പച്ചവെള്ളത്തിനൊന്നും മണമില്ലല്ലോ, അതേപോലെ തന്നെയാണ് ഇത് ഫേസിൽ തേക്കുമ്പോൾ ഒരു മണവുമില്ല. പക്ഷെ മണത്തിലൊന്നും വലിയ കാര്യമില്ല. ഭയങ്കര സംഭവ മണങ്ങൾ ഉള്ള ഒരു സംഭവങ്ങളൊക്കെ തേച്ചിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടാത്തതിനേലും നല്ലതാണല്ലോ ഒരു മണമില്ലാത്ത ഒരു സംഭവം തേച്ച് നല്ലൊരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പൊ നിങ്ങള് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% ഉള്ളത് വേണോ 3% ഉള്ളത് വേണോ എന്ന് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് വേണം നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ 2-3 ഡ്രോപ്സ്, ഓൺലി 2-3 ഡ്രോപ്സ് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ ഫേസിൽ ഇടാം. അപ്പൊ നമുക്ക് കുറെ നാള് ലോങ് ലാസ്റ്റിംഗ് ചെയ്യും. അത്യാവശ്യം കണ്ടന്റ് ഉണ്ട്. 30 ml സെറം ഉണ്ട് കേട്ടോ ഇതില്. ഇതൊരു ലൈറ്റ് വെയിറ്റ് ആണ്, ഇതിന് സ്മെല്ലില്ല. അതൊന്നും കരുതിക്കോ. ലൈറ്റ് വെയിറ്റ് ആവുമ്പോൾ നമുക്ക് ഇത് ഇട്ടെന്ന് പോലും അറിയില്ല കേട്ടോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ രാവിലെ ഇടുമ്പോൾ സൺസ്ക്രീൻ ഇടാൻ മറക്കരുത്, നേരെ വിപരീത ഫലം വരും കേട്ടോ സൺസ്ക്രീൻ ഇട്ടില്ലെങ്കിൽ. അപ്പൊ ഇതൊക്കെ ഇതാണ് സംഭവം. ഇത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം ഇത് ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ 2 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് ഷുവറായിട്ട് പറയാൻ പറ്റും ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ഇത് ഞാൻ പറയുന്നൊന്നും വിശ്വസിക്കേണ്ട. നിങ്ങൾ ഗൂഗിൾ പറയണ വിശ്വസിക്കല്ലോ. ഗൂഗിളിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം, ബെസ്റ്റ് സിറം ഇൻ ഇന്ത്യ. നമുക്ക് ഇന്ത്യയിലെ കാര്യം മാത്രം അറിഞ്ഞാൽ മതിയല്ലോ, വേൾഡിൽ അറിയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇന്ത്യയിൽ നോക്കാം. ഇന്ത്യയിൽ നോക്കുമ്പോൾ ടോപ്പ് 10 സെറംസ് വരും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് പൊസിഷനിൽ മിനിമലിസ്റ്റിന്റെ ഈ ഒരു സെറായിരിക്കും ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയിലൊക്കെ ലഭ്യമാണ്.
599 MRP. ഓഫർ ഉണ്ടോ നോക്കുക, മേടിക്കുക, ഉപയോഗിക്കുക. 1-2 ദിവസം ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾ വിലയിരുത്തരുത്. ഇതിന് എഫക്റ്റ് ഒന്നും ഇല്ലാന്ന് വിലയിരുത്തരുത്. മാക്സിമം ഒരു 2 മാസം, ഒരു മിനിമം 2 മാസം നിങ്ങൾ ഉപയോഗിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇതിന്റെ എഫക്റ്റ് എന്ന്. നമുക്ക് കിട്ടിയ ഒരു എഫക്റ്റ് ഒരിക്കലും പോകത്തില്ല, അത് ഉറപ്പ് തരാം. നമുക്ക് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു നല്ലൊരു അടിപൊളി നല്ലൊരു ഗ്ലോയിങ് ലുക്ക് ഉള്ള ഒരു സ്കിന്ന് നമുക്ക് കിട്ടും. എന്റെ സ്കിൻ ഇതേപോലെ ഒന്നും അല്ലായിരുന്നു, വളരെ ഡ്രൈ ആയിട്ടുള്ള ഒരു സ്കിൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഉറപ്പിൽ പറയുന്നത്. നമുക്ക് നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സ്കിന്ന് കിട്ടും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മറക്കാണ്ട് ചെയ്യേണ്ട ഒരു കാര്യം, എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും എനിക്ക് വരാൻ പറ്റുള്ളൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ബൈ ബൈ.